ഹായ് ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. ഈ വീഡിയോ ചെയ്യുന്നത് ഉംറ വിസയിൽ വന്ന് ബ്രിട്ടീഷ് സ്കൂളിൽ നേരിട്ട് പോയി CV കൊടുത്തു, ഡെമോൺസ്ട്രേഷൻ കൊടുത്ത് ജോബ് കിട്ടിയ ടീച്ചറിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ സൗദി അറേബ്യയിൽ നമുക്ക് ജോലി എടുക്കണമെങ്കിൽ നമുക്ക് ഇക്കാമ വേണം. പക്ഷെ നമുക്ക് ജോബ് നോക്കുന്നതിന് സൗദി അറേബ്യയിൽ ഉംറ വിസയോ വിസിറ്റ് വിസയോ ഏത് വിസയാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. സ്കൂളിൽ നേരിട്ട് പോയി നമുക്ക് നോക്കാവുന്നതാണ്. നമ്മുടെ CV സബ്മിറ്റ് ചെയ്യാം, നമുക്ക് ഡെമോൺസ്ട്രേഷൻ കൊടുക്കാം. ജോബിൽ നമ്മൾ സെലക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇക്കാമ വേണം. ഇക്കാമ കിട്ടാൻ നിങ്ങൾക്ക് നാട്ടിൽ പോയി വരാം, വർക്ക് വിസ എടുത്തു വരാം. വർക്ക് വിസ നിങ്ങൾക്ക് 10 days കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടീച്ചറാണെങ്കിൽ, നിങ്ങൾ നല്ല എക്സ്പേർട്ട് ആണെങ്കിൽ അവർ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സമയം തരും നാട്ടിൽ പോയിട്ട് വർക്ക് വിസയിൽ വരുന്നതിന് വേണ്ടി. ഇപ്പം നമ്മൾ സ്കൂളൊക്കെ തുറന്ന് ഫസ്റ്റ് ടൈം ഒക്കെ കഴിയാനായി അല്ലേ. അപ്പോൾ ഈ സമയത്തൊക്കെ ലാസ്റ്റ് ഇയറിലും നമ്മുടെ കുറേ ടീച്ചേഴ്സിന് വിസിറ്റ് വിസയിൽ ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ നാട്ടിൽ പോയിട്ട് വർക്ക് വിസ അല്ലെങ്കിൽ ഫാമിലി വിസയിൽ തിരിച്ചു വന്നു. അപ്പോൾ ഈ വീഡിയോയിൽ പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുറേ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വെറുതെ വീട്ടിലിരിക്കുകയാണ്. നിങ്ങൾ നേരിട്ട് സ്കൂളിലൊന്ന് പോയിട്ട് ഒന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു നോക്കൂ. ബ്രിട്ടീഷ് അമേരിക്കനിൽ ധൈര്യമായിട്ട് പോയിക്കോ. ഒരുപാട് ടീച്ചേഴ്സ് നമ്മുടെ ടീച്ചേഴ്സിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടീച്ചർ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മാസ്റ്ററിങ് IGCSE ആൻഡ് A-level ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമും പിന്നെ ഹൗ ടു ബിക്കം ആൻ ഇന്റർനാഷണൽ സ്കൂൾ ടീച്ചർ, ഈ 2 ട്രെയിനിങ് പ്രോഗ്രാമാണ് ടീച്ചർ എടുത്തിട്ടുണ്ടായിരുന്നത്. ടീച്ചർ നന്നായിട്ട് ഡെമോ കൊടുത്തു, അവർക്ക് ഒരുപാട് ഇഷ്ടമായി ടീച്ചറിൻ്റെ ഡെമോ. അതുപോലെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ കുറേ അവർ സ്കൂൾ ചോദിച്ചു. അതുപോലെ നമ്മുടെ വർക്ക് ഷീറ്റ്, ലെസൺ പ്ലാൻ, ഇതെല്ലാം വളരെ നന്നായിട്ട് തന്നെ അവർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു ഹാപ്പി ന്യൂസ് കൂടെയാണ് എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തും പറയാനുള്ളത്. സോ നിങ്ങൾ ഇനി പേടിച്ചിരിക്കാണ്ട് നമ്മൾ ട്രെയിനിങ് എടുത്ത ടീച്ചേഴ്സ് ആണെങ്കിൽ അതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് അതുപോലെ പോയിക്കോ, ജോബ് കിട്ടും എന്നുള്ളത് ഗ്യാരണ്ടീഡാണ്. അല്ലാത്ത ടീച്ചേഴ്സും ട്രെയിനിങ് എടുത്തിട്ടില്ലെങ്കിലും നിങ്ങളും ഒന്ന് പോയി നോക്കുക, നല്ലൊരു CV ആക്കുക, നന്നായിട്ട് പ്രസൻറ്റബിൾ ആയിട്ട് നന്നായിട്ട് പോയിട്ട് ഡെമോ ഒന്ന് കൊടുത്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഉംറ വിസയോ വിസിറ്റ് വിസയോ ഏത് വിസയിലാണെങ്കിലും നമുക്ക് ജോബ് കിട്ടാൻ ഏത് വിസ ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. കിട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം വിസയിൽ വന്ന് ജോബ് സ്റ്റാർട്ട് ചെയ്യാം. വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇക്കാമ മസ്റ്റാണ്. ഇക്കാമ ഇല്ലാതെ ജോലി എടുക്കാൻ പറ്റില്ല. പക്ഷെ ബ്രിട്ടീഷിലൊക്കെ നല്ല ജോബായ നല്ല സാലറിയും കിട്ടും. അപ്പം നിങ്ങളുടെ വിസയുടെ ക്യാഷ് നിങ്ങൾക്ക് 1 or 2 month സാലറി കൊണ്ട് എടുക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഹാപ്പി ആയല്ലോ, ധൈര്യമായല്ലോ. എല്ലാവരും ഇനിയും വെറുതെ ഇരിക്കുന്നവർ നാളെ തന്നെ നോക്കിക്കോ, ട്രൈ ചെയ്യട്ടോ. താങ്ക് യു സോ മച്ച്, ഓൾ ദ ബെസ്റ്റ്.